ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, നാൻ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറി ഉണ്ടാക്കാം. മസാല ഗ്രേവിയുടെ സ്വാദ് എല്ലാവർക്കും ഇഷ്ടമാവും. 6 കോഴിമുട്ടയാണ് എടുത്തേക്കണേ. വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ വയ്ക്കാം. വെള്ളം നല്ലോണം തിളച്ചു. 5 മിനിറ്റായി. വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കോഴിമുട്ടയൊന്നും പൊട്ടിയിട്ടില്ല. ഇരുന്നൊന്ന് ചൂടാറട്ടെ. ആ സമയത്ത് ഗ്രേവിയുടെ കാര്യങ്ങൾ നോക്കാം. ചീനച്ചട്ടി ചൂടായി. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ചൂടായി. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണാക്കിയതാണ്. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. 4 വെളുത്തുള്ളി നുറുക്കിയത്, ഗരം മസാലപ്പൊടി നമ്മൾ വേറെ ചേർക്കണില്ല. 2 സബോള നുറുക്കിയത്. വല്ലാണ്ട് കനം കുറയണമെന്നില്ല, അരയ്ക്കാനുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ കളർ മാറി സോഫ്റ്റ് ആവും. ഇനി 1 കപ്പ് നാളികേരം ഒന്ന് ചൂടാകട്ടെ. തേങ്ങാപ്പാൽ വേറെ പിഴിഞ്ഞെടുത്തിട്ട് പൊടികൾ വേറെ മൂപ്പിച്ചിട്ട് അങ്ങനെ പല സ്ട്രെച്ചായിട്ടും ഉണ്ടാക്കാം. നമ്മളിങ്ങനെ എല്ലാം ചേർത്തുണ്ടാക്കുമ്പോൾ വേഗം ജോലിയും കഴിയും, നല്ല സ്വാദം ഉണ്ടാവും. നാളികേരം റോസ്റ്റ് ആവണ്ട, പച്ചമണം മാറണം. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി 2 തക്കാളി നുറുക്കിയതും ചേർക്കാം. തക്കാളി വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിം മതി. തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. 10 കാഷ്യൂ നട്ട്സ് സ്പ്ലിറ്റ് ചെയ്തതാണ്, ഇതും ചേർത്ത് ഇളക്കാം. ഇനി പൊടികൾ: മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ഹീപ്പ് ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇളക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർത്താൽ കരിയില്ല. ഇനി പൊടികളുടെയും കൂടി പച്ചമണം മാറിയ ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. ഓഫ് ചെയ്യാം. നല്ലോണം ചൂടാറട്ടെ. മിക്സിയിലിട്ട് അരയ്ക്കാം. സബോള, തക്കാളി, പട്ട, ഗ്രാമ്പൂ, നാളികേരം, വെളുത്തുള്ളി അങ്ങനെ കറിയിലേക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്. ആദ്യം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാം. ഇങ്ങനെ ക്രഷായിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇപ്പോൾ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. വഴറ്റി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ അരച്ചത് ഒഴിക്കാം. വെള്ളം ചേർത്തിട്ട് ഗ്രേവി ഇത്തിരി ലൂസാക്കാം. നാളികേരവും കാഷ്യൂ നട്ട്സും ഉള്ളതുകൊണ്ട് കുറുകി നല്ല റിച്ച് ഗ്രേവിയാണ്. തിളക്കട്ടെ. ഇത്രയും കൂടി വെള്ളം വയ്ക്കാം. എല്ലാം കൂടി ഒരു 3/4 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചു. ഒന്നുകൂടി ഇളക്കാം. എല്ലാം വഴറ്റിയിട്ട് അരച്ചതായതുകൊണ്ട് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി എരിവ് കുറയുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം. ഇപ്പോൾ പാകമായിട്ടുണ്ട്. തിളച്ചു. സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഗ്രേവി മാറ്റി. ഇനി കോഴിമുട്ട പുഴുങ്ങിയതിങ്ങനെ 2 കഷ്ണാക്കിയിട്ടുണ്ട്. അതിങ്ങനെ മുകളിൽ നിരത്തി വയ്ക്കാം. അങ്ങനെ കാണാൻ തന്നെ ഭംഗിയാണ്. കഴിക്കാൻ നേരത്തെ സ്പൂൺ കൊണ്ട് ഗ്രേവിയോട് കൂടി എടുക്കാം. ഇഷ്ടമാണെങ്കിൽ ഇത്തിരി മല്ലിയില മുകളിൽ വിതറാം. നല്ല സ്വാദുള്ള മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെയും നൂലപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.